കുഞ്ഞുങ്ങളെ ദൈവജനം മനസ്സിലാക്കുവാനും അത് നല്ലവണ്ണം അഭ്യസിക്കുവാൻ നല്ല കരുത്തും അറിവുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കേണ്ടത് മാതാപിതാക്കൾ. ഞാൻ പിള്ളേരുടെ സമയത്ത് മറ്റടുത്തൊരു കൂട്ടായ്മക്കാരുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ സന്ദർശനം പഠിക്കുവാൻ പോകുന്നത് പുള്ളി ഗുരുവായി താമസിക്കുന്നത് ഏതാണ്ട് 6-7 കിലോമീറ്റർ ദൂരത്താണ്. അവിടെ അവരുടെ പിതാക്കന്മാർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രാവിലെ അവർ സന്ദർശനം പഠിക്കാൻ പോകുന്നത് സൈക്കിളിന് അവിടെ സന്ദർശനം പഠിക്കുവാൻ പോകുന്നത്. സന്ദർശനം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള മാതാപിതാക്കൾ ആരാധനയ്ക്ക് അവിടെ എത്തും. ആരാധന കഴിഞ്ഞവര് മടങ്ങിപ്പോയി. നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മൾ എത്ര കുഞ്ഞുങ്ങളെ മടങ്ങാതെ സന്ദർശനം പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഭഗവാൻ സംസാരിച്ച അധ്യാപകരുണ്ടെന്ന് പറഞ്ഞു. അധ്യാപകരുടെ കഠിനപ്രയത്നം അത് വളരെ ഫലം ചെയ്യുവാൻ തക്കണം കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീമോഥെയോസിന്റെ ലേഖനത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന തീമോഥെയോസ് ആയിരിക്കുന്നവര് അതിന് ലേഖനം എഴുതുമ്പോൾ ചില കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ മകനെ തീമോഥെയോസ് എന്ന് പറഞ്ഞതിന് ശേഷമായി പറഞ്ഞതിന്റെ അമ്മ വല്യമ്മയും യൂണിക്കൊടുക്കുകയും മാതാപിതാക്കൾ വിശ്വാസമാകട്ടെ നിന്നിലുമുണ്ട് എന്ന് ഞാൻ കരുതുന്നുവെന്ന് ആ ലേഖനത്തിന്റെ പരമ്പര വെച്ചറിയിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ സന്ദർശനം അഭ്യസിക്കുന്നു, സന്ദർശനം പഠിക്കുന്നു. അതിന്റെ പിന്നിൽ നമ്മുടെ മാതാപിതാക്കൾ ശക്തമായ വിശ്വാസമുള്ളവരായി തീർന്നുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറ തുടർന്നു പോകുവാൻ കഴിയും. നമുക്കത് തുടർന്നു പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഫലവുമായി ജീവിതത്തിക്കാണാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലനെന്തായിരിക്കുന്നു വൃദ്ധനായാലും അവർ പഠിച്ച വചനം എന്തായിരിക്കുന്നു വിട്ടുപോകുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ മലയാള സംസ്കാര സഭകളിൽ വളരെ ദൂരമാണെങ്കിൽ തന്നെയും നാം അനുഭവിക്കുന്ന സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടത് അവർക്ക് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. അവരെല്ലാം പ്രിയപ്പെട്ടവരുടെ കർത്താവ് നമ്മുടെ ഉടനെടുത്ത മലയാള സംസ്കൃതി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അധ്യാപകരുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമേ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്